ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ജാനകിയുടെയും അബിയുടെയും വീട് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു പ്രൊമോയിൽ നമ്മുടെ മുത്തശ്ശി നമ്മുടെ ലച്ചുവിനെയും നമ്മുടെ പൊന്നൂനെ ഇട്ടിങ്ങനെ വട്ടാക്കി കേട്ടോ. അവരെന്തുകൊണ്ടും എഴുതിക്കൊണ്ടിരിക്കുമ്പോഴോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ആ പേപ്പറൊക്കെ വലിച്ചു കീറിയിട്ട് പറയുന്നുണ്ട്, ഇവിടെ അടിമപ്പണി എടുക്കുന്നവരും ഇവിടെ വലിഞ്ഞു കയറി നിൽക്കുന്നവരൊക്കെ പുറത്താക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ് ഇവിടെ ഒരു ശുദ്ധീകലാശമൊക്കെ നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി ഇവരെയൊക്കെ വഴക്ക് പറയാട്ടോ. അപ്പോൾ പൊന്നു ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ പൊന്നൂൻ്റെ കരച്ചിൽ കണ്ടിട്ട് നമ്മുടെ ജാനകി വരുന്നുണ്ട്. എൻ്റെ ജാനകി പറയുന്നുണ്ട്, നിങ്ങൾക്കിപ്പോ ഈ തിരിച്ചു കിട്ടിയ സ്വത്തുക്കളുണ്ടല്ലോ, അത് ഈ ജാനകിയുടെ ഔദാര്യമാണ്, അല്ലാതെ അച്ഛൻ നിങ്ങൾക്ക് എന്താ പറയുക ഇഷ്ടദാനമായിട്ടൊന്നും എഴുതി തന്നതല്ല, ഈ ജാനകിയുടെ ഔദാര്യമാണെന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലതായിരിക്കും എന്ന് നമ്മുടെ അപർണയോടും നമ്മുടെ മുത്തശ്ശിയോടും പറയുന്ന ഒരു എന്താ പറയുക കിടിലൻ രംഗങ്ങൾ തന്നെയാട്ടോ നമ്മുടെ ജാനകി. ഒരു മാസ് ഡയലോഗ് തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു ഡയലോഗ് കേട്ടപാട് നമ്മുടെ അപർണ കലിയടക്കാനാവാതെ അങ്ങനെ മുറിയുടെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുന്ന രംഗങ്ങളും തന്നെയാട്ടോ നമുക്ക് ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. ലാസ്റ്റ് നമ്മുടെ പൊന്നു ഇവരെന്താണ്ട് മൂന്നാർ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ ജാനകിയും അബിയും കൂടെ കേട്ടോ. അപ്പൊ നമ്മുടെ പൊന്നു പറയുന്നുണ്ട്, മൂന്നാറാണെങ്കിൽ ഞാൻ വരുന്നില്ല അമ്മ, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് കരയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ ഒരു പ്രൊമോന്റെ അവസാനം നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയായി തീരും അല്ലെ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.